Junior Idol Season 2 മറ്റൊരു സൂപ്പർ എക്സൈറ്റിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ITL World Junior Idol Season 2. ITL World Junior Idol Season 2 സെമി ഫൈനൽ കോമ്പറ്റീഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോമ്പറ്റീഷൻ ബിഗിൻ ചെയ്യാം. അതിനു മുമ്പായി ലെറ്റ്സ് വെൽക്കം ദി സ്ട്രോങ് ജഡ്ജിംഗ് പാനൽ ഓഫ് ITL World Junior Idol Season 2, വിജയ് ബാൽ, റിമി ടോമി ആൻഡ് അനൂപ് ശങ്കർ. ITL World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് റൗണ്ട് ഡ്യുവറ്റ് വിത്ത് ജൂനിയർ ഐഡൽസ് ആണ്. ഇന്നത്തെ ഈ റൗണ്ടിൽ നമ്മുടെ കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്യാൻ എത്തുന്നത് ജൂനിയർ ഐഡൽ സീസൺ 1 വിന്നർ, അതായത് നമ്മുടെ ഫസ്റ്റ് ജൂനിയർ ഐഡൽ. ലെറ്റ്സ് വെൽക്കം വർഷ. വർഷക്കുട്ടി, ജൂനിയർ ഐഡൽ സീസൺ 2 സ്വാഗതം. താങ്ക് യു. വർഷ, കഴിഞ്ഞ വർഷത്തെ വിന്നർ ആയിരുന്നു. എങ്ങനെയുണ്ട്? ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. പാട്ടൊക്കെ പഠിക്കുന്നുണ്ട്, പിന്നെ പ്രോഗ്രാംസ് കിട്ടാറുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമുണ്ട്, എനിക്ക് ഈ മാസം അനുപേട്ടൻ ബാംഗ്ലൂരിലൊരു പ്രോഗ്രാം തരുന്നുണ്ട്. അപ്പോൾ അതിൽ അനുപേട്ടനും ഒരുപാട് താങ്ക്സ്. അപ്പോൾ വർഷ ബിസിയാണല്ലേ? ഇവിടെ വന്നതിൽ ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്ന് വർഷക്കുട്ടി ഏത് കണ്ടസ്റ്റന്റിനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? ഞാൻ ഫിദൽ ചേട്ടനെയാണ്. ഫിഡൽ ചേട്ടനെയാണ് അല്ലേ? ഫിഡലിന്റെ പെർഫോമൻസുകളൊക്കെ കാണാറില്ലേ? നന്നായിട്ട് പാടും. എല്ലാവരുടെയും പെർഫോമൻസ് കാണാറുണ്ട്. എല്ലാവരും നന്നായിട്ട് പാടുന്നുണ്ട്. ഓക്കെ വർഷക്കുട്ടി, അപ്പൊ നമുക്ക് ഫിഡലിനെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഫിഡൽ. ഫിഡൽ, കൺഗ്രാറ്റുലേഷൻസ്. ഫിഡൽ ഇപ്പം സെമി ഫൈനൽ സ്റ്റേജിലെത്തി അല്ലേ? ഇന്ന് വർഷയുടെ കൂടെയാണ് പാടാൻ പോകുന്നത് അല്ലേ? സീസൺ 1 വിന്നർ ആണ്. അപ്പം ഫിഡൽ ഇന്ന് ഏത് സോങ്ങാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ ഒഴിമുറി എന്ന മൂവിയിലെ വിജയപാൽ സാറിന്റെ വാക്കിനുള്ളിലെ വിങ്ങും മൗനമേ. നല്ല സോങ് സെലക്ഷൻ, രണ്ടുപേരും തകർക്കുക. ഓൾ ദി ബെസ്റ്റ് വർഷ ആൻഡ് ഫിഡൽ. താങ്ക് യു. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. സുഗന്ധങ്ങളേറും വാസന്തം തുടിക്കുന്ന പൂവേ നിന്നെ. വാക്കിനുള്ളിലെ വിങ്ങും മൗനമേ, പാഴ്ക്കിനാവു നീ ദൂരെ മായുമോ?
ചിരിച്ചു ചായം നീ ഉൾക്കാളിൽ വർണ്ണച്ചേരോടെ പോറുന്നു ചിത്രം നീ. വർഷ ആൻഡ് ഫിഡൽ, നമ്മുടെ ബീച്ച് ചേട്ടന്റെ റീസെന്റ് ആയി ഇറങ്ങിയ ഒഴിമുറി എന്ന ഫിലിമിലെ നല്ലൊരു ഗാനം നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നന്നായിട്ട് പാടി. വർഷ, എങ്ങനെയുണ്ടായിരുന്നു ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പാടാൻ? കൂളായിട്ട് ഞാൻ പാടി. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ടെൻഷൻ ഒന്ന് മാറി കിട്ടി. കോമ്പറ്റീഷൻ അല്ലല്ലോ അല്ലേ? ഫിഡലിന് ടെൻഷൻ ഉണ്ടായോ? ഇല്ല, ഫിഡൽ ചേട്ടൻ നന്നായിട്ട് പാടി. ചേട്ടനാണല്ലേ? ഓക്കെ, അപ്പൊ രണ്ടുപേരും നന്നായിട്ട് പാടി. ഇനി നമുക്ക് കമന്റ്സ് അറിയാം. നമുക്ക് ഈ സോങ്ങിന്റെ ക്രിയേറ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബീച്ച് ചേട്ടാ. വർഷ ആൻഡ് ഫിഡൽ നല്ലോണം പാടി കേട്ടോ, അസലായിട്ട് പാടി. ഇത് ഒഴിമുറി എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. ശ്രീ മധുബാലാണ് ഡയറക്ട് ചെയ്തത്. ശരത്ചന്ദ്രവർമ്മയാണ് പാട്ട് എഴുതിയത്. പാട്ട് നല്ലോണം പാടിയായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് തെറ്റുകളൊന്നും തോന്നിയില്ല. എനിക്ക് തോന്നുന്നു വർഷയ്ക്ക് കുറച്ചും കൂടി പിച്ചിൽ ആയിരുന്നു കുറച്ചും കൂടി കംഫർട്ടബിൾ തോന്നി അല്ലേ? കുറച്ചും കൂടി ബ്രൈറ്റ് ആവേണ്ടിയിരുന്ന ഒരു കുറച്ചും കൂടി പിച്ച് വേണമായിരുന്നു. പക്ഷെ ഫിഡൽ ഈ പിച്ചിൽ നല്ല ബ്രൈറ്റ് ആയിരുന്നു. അപ്പൊ ഒരു ഡ്യുവറ്റ് റൗണ്ട് ആയതുകൊണ്ട് ചെറിയ കോംപ്രമൈസുകളൊക്കെ വേണ്ടി വരുന്നു. അത്രേ ഉള്ളൂ. വേറെ എനിക്ക് പ്രത്യേകിച്ചൊന്നും തെറ്റൊന്നും തോന്നിയില്ല കേട്ടോ. നല്ലോണം പാടി രണ്ടുപേരും. ഈ പാട്ടിന്റെ ഉപജ്ഞാതാവ്, നിർമ്മാതാവ്, സൃഷ്ടകർത്താവ് അല്ലെങ്കിൽ കമ്പോസർ, അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ലൊരു കോംപ്ലിമെന്റ് കിട്ടിയ സ്ഥിതിക്ക് പാട്ടിന്റെ ശ്രോതാവ് എന്ന നിലയിൽ ഞാൻ അതിനെ വിലയിരുത്തുന്നതിൽ അത് വെറും അടിസ്ഥാനരഹിതമായിട്ടാണ് എനിക്കിവിടെ തോന്നുന്നത്. വർഷക്കുട്ടി, എന്താണ്, സുഖമാണോ? വർഷേനെ ശരിക്കും വീച്ചേണ്ടെന്ന് അത്ര പരിചയമില്ല. എന്നുവെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഫസ്റ്റ് കിട്ടിയ കുട്ടിയാണ് വർഷ. നമ്മുടെ ഇതിന്റെ ഉദ്ഘാടനത്തിന് വർഷം ഒരു ഗംഭീരമായിട്ടൊരു പാട്ട് പാടി. അപ്പൊ എനിക്ക് സമാധാനം, കാരണം വർഷയുടെ ആ ഒരു ഫുൾ സംഭവം ആ പാട്ടിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള വർഷ ഈ പാട്ട് നല്ലൊരു സോഫ്റ്റ് മെലഡി, അതേപോലെ നല്ല രസമായിട്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈശയുടെ നല്ല കമന്റ് പറഞ്ഞു. കുറെ നാളുകൾക്ക് ശേഷം വർഷനെ കാണാൻ പറ്റിയില്ല, സന്തോഷം. പഠിത്തവും ക്ലാസ്സും സ്കൂളിപ്പൊക്കെ ഉണ്ടല്ലോ അല്ലെ? കുറച്ച് വലുതായെന്ന് തോന്നുന്നു. ഒരു വർഷം കൂടി ഇത്രയ്ക്ക് വലുതാവോ? മുടി വലിയ കാര്യമാണ് പറഞ്ഞത്. ഫിഡൽ, ഇഷ്ടായി മോനെ. എനിക്ക് ഒത്തിരി ഇഷ്ടമായ ഒരു സ്ഥലം, ഒത്തിരി മോന് ശ്വാസം എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ച് പാടേണ്ട കുറെ സംഭവം ഉണ്ടായിരുന്നു. അതൊന്നും ഒരു കട്ട് പോലും വരാണ്ട് എവിടെയെന്നറിയാം, വാനുപല്ലവി ലാസ്റ്റിലൊക്കെ നമ്മളൊക്കെ 3-4 പ്രാവശ്യം ശ്വാസം എടുത്തു പോവും. അങ്ങനത്തെ ഒരു പോർഷനൊക്കെ വളരെ കൂളായിട്ട് അത് പാടി. അതുപോലെ ലാസ്റ്റത്തെ ചേലോടെ എന്നൊക്കെ കൊടുത്തതിൽ ചെറിയൊരു തിങ്സ് ഒക്കെ കൊടുത്ത് വളരെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നന്നായി പാടി കേട്ടോ. വർഷ, സോ ഹാപ്പി ടു സീ യു വൺസ് അഗൈൻ ഇൻ ജൂനിയർ ഐഡൽ. വളരെ വളരെ ഇമ്മൻസ്ലി ടാലന്റഡ് ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് സീസണിന്റെ വിന്നറാണ് വർഷ. ആൻഡ് ഫിഡൽ, നമ്മുടെ മറ്റൊരു പ്രോമിസിംഗ് സിംഗർ സീസൺ 2-ന്റെ. രണ്ടുപേരും ബിജി ചേട്ടന്റെ ഈ പാട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പാടി. ഇത് ചേട്ടൻ പറഞ്ഞു വയലാർ ശരത്ചന്ദ്രവർമ്മയാണ് ഗാനരചന. അപ്പം പാടിയിട്ടുള്ളത് സൗമ്യ ആൻഡ് യാസിൻ നിസാർ, 2 യങ് സിംഗേഴ്സ് ആണ്. നിങ്ങളും അതേ അപ്പൊ ഒറിജിനൽ കമ്പോസിഷന്റെ ഒരു മാക്സിമം ഫീൽ നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആസ് സെഡ്, ബി ചേട്ടൻ പറഞ്ഞ പോലെ വർഷയ്ക്ക് പിച്ച് ഇത്തിരി ലോ ആയിരുന്നു. കുഡ് ഹാവ് ബീൻ ബെറ്റർ ഇൻ എ ഹയർ സ്കെയിൽ. ഫിഡൽ നന്നായിട്ട് പാടി. ഇന്ന് വളരെ കോംപ്ലിമെന്റ് ചെയ്ത് പാടി. അത് വേണം ബേസിക്കലി ആദ്യത്തെ പോസിറ്റീവ് തിങ്. എനിക്ക് 2 പ്രോബ്ലംസ് തോന്നിയ സ്ഥലം പല്ലവിയിൽ വരുന്ന കയ്യാലെ എന്ന വാക്കും പിന്നെ മൃദുമായ വിരലുകളാൽ. അവിടെ മാത്രം ഒന്നുകൂടി പെർഫെക്ഷൻ ആവായിരുന്നു തോന്നി, വേറെ ഒന്നുമില്ല. കീപ്പിംഗ് അപ്പാർട്ട് ദോസ് തിങ്സ്, ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി എ very good song, very good composition by B. Chetan. Thank you, Chetan, for such a beautiful song. Thank you, sir. And thank you, my dear contestants, for singing it so beautifully. Thank you. താങ്ക് യു അനുപേട്ട. അപ്പം വർഷക്കുട്ടി, ഇനി ഫിഡലിന്റെ മാർക്സ് ആണ് അറിയണം. ബി ചേട്ടാ, I'll start with you. Fidel, 28. 28 on 30. And expression was too good. 2.75. Thank you, ബി ചേട്ടാ. റിം ചേച്ചി. 28.25. Thank you, ചേച്ചി. ഫീലിന് 2.75. താങ്ക് യു റിമി ചേച്ചി. അനുപേട്ട. മോനെ, ഞാൻ 27.75 out of 30. Style, attitude and performance was very good. So I give you 3.75 out of 30. Thank you, Anubeta. Your total score is 93.25 on 100. Fidel, നല്ല മാർക്കാണ് അല്ലേ? വർഷ, ഹാപ്പി ആയോ? ഹാപ്പി ആയി. അപ്പം ഇനി വരുന്ന എപ്പിസോഡ്സിലും വർഷയുടെ പാട്ട് ഞങ്ങൾ പാടാൻ വരുന്നുണ്ട്. ഓക്കെ, ഞങ്ങള് കാണും. അപ്പം ഫിഡൽ, ഇനി വരുന്ന പെർഫോമൻസ് ഇതിലും കലക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആമരം പളുങ്കുകൊണ്ട്
എന്താണ് ആ പാട്ടിനെ ഹെൽപ്പ് ചെയ്തതെന്ന് ഉള്ള അന്വേഷണം വേണം. അത് മോള് ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു. പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് മോളൊരു പാട്ട് പാടുമ്പോൾ അതിന്റെ ഒറിജിനൽ സിംഗർ ആരാന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മോളുടെ ഇത്ര റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സിംഗിങ് ആദ്യമായിട്ടാണ് നമ്മൾ അടുത്ത് കേൾക്കുന്നത്. മോളുടെ ശബ്ദത്തിന് ഇത്ര മനോഹാരിത ഉണ്ടെന്ന് ഒരുപക്ഷെ ഈ ഇങ്ങനെ ഒരു റൗണ്ട് വന്നപ്പോഴാണ് കൂടുതലും. Idea